എവരിവൺ. നമ്മുടെ ക്രാബ് ക്ലോ ഐലാൻഡ് റിസോർട്ട് വ്ളോഗിന്റെ പാർട്ട് 1 വൈൻഡപ്പ് ചെയ്ത സ്ഥലത്തു നിന്ന് തന്നെ പാർട്ട് 2 തുടങ്ങിയല്ലോ. അതിനു മുന്നേ എല്ലാവർക്കും വെൽക്കം ടു തോട്ട്സ് ഓഫ് ഡെൽഫിൻ സ്റ്റേ. സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന 2 ഡേയ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷ്വൽ ട്രീറ്റ് തന്നത് ഈ ഒരു പീക്കോക്ക് ആയിരുന്നു കേട്ടോ. ഇതുപോലെ നല്ല പീലിയൊക്കെ വിടർത്തി നല്ല മനോഹരമായിട്ട് അത് വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. ദേ നിങ്ങൾ നോക്കിക്കോ. വെയിലൊക്കെ ഒന്ന് താഴ്ന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും നേരെ ചെന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ 4 പേരും ആക്ച്വലി ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാനുള്ള ത്രില്ലിങ്ങിലായിരുന്നു. ഫോട്ടോഷൂട്ട് എടുക്കുമ്പോഴേക്കും ഒരാൾ വന്ന് നോക്കണോ? ഇത് ആരാ ഇത്? ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വരണുണ്ടോ? അതേ പോയി. എല്ലാവരും അവിടെ കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് നല്ലൊരു ഈവനിങ് ടൈം തന്നെയായിരുന്നു. നല്ല വ്യൂവിങ്ങും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ മെമ്മറീസൊക്കെ ക്യാപ്ചർ ചെയ്ത് എല്ലാവരും അടിച്ചു പൊളിച്ച് നേരെ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ടോ പോണേ. അമ്മായിയൊക്കെ വന്നിട്ടുണ്ട്. എത്ര പേരാണെന്ന് നോക്കിയാൽ നമ്മളിവിടെ റിസോർട്ടിൽ ഇൻവൈറ്റ് ചെയ്യാനും വെൽക്കം ചെയ്യാനും. ഗിന്നി ഫൗൾസ് ഒക്കെ എന്ത് ചെയ്ത് പോയി ഐറ്റം കൂട് പറ്റി. അത് എന്റെ ജോസ് അങ്കിളാ. പീലി വിടർത്തുവോ മയിലേ? പീലി വിടർത്തുവോ മയിലേ? അത് നല്ല ഭംഗിയുണ്ട്. നമ്മളിവിടെയാണ് ഡിന്നർ കഴിക്കാൻ വന്നേക്കുന്നത്. ഇവരുടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മളിവിടെ നിന്നാണ് ഡിന്നർ കഴിക്കുന്നത്. നല്ല രസമാണ്, അടിപൊളി. ഇത് കിടപ്പുണ്ട് ശൈലജ. Good idea. I didn't bite it. I cut it apart. I'll try to come to you fancy like coin. Paris no. പപ്പടം വിത്ത് മാംഗോ സാലഡും ടൈഗർ പ്രോൺസ് വിത്ത് മാംഗോ സാലഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. ലുക്സ് ലൈക്ക് പപ്പടം. സംഭവം എന്തായാലും കൊള്ളാം. പപ്പടമാണോ നല്ലത്? പപ്പടല്ല, ഇതൊരു പൂരി ടേസ്റ്റ് ആക്കി. ആണോ? വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് ഗ്രേവി ഒന്നും വേണ്ട. എനിക്ക് That's the one. We're trying to figure that out in the kitchen.
ബിബിയുടെ നോക്കട്ടെ. നൈസ്. Can I have the rice? Try the rice. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആയിട്ടോ. എനിക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റ് ഈ ഒരു വഴിയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കുന്നൊരു ശബ്ദമുണ്ടല്ലോ. ആ മരം, ഈ കാണുന്ന മരത്തിൻ്റെ മേലിൽ കുറേ കിളികളുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് മാറാൻ തന്നെ തോന്നത്തില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഏർലി മോർണിംഗ് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ. ഞാൻ ആക്ച്വലി എണീറ്റപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി കേട്ടോ. ശരിക്കും സൺറൈസ് കാണാൻ നേരത്തെ എണീക്കണം എന്ന പ്ലാനിലാണ് ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിച്ചത് തലേ ദിവസം. പക്ഷേ എല്ലാവരും കൂടെ കത്തിയടിച്ച് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും അറിയത്തില്ല കേട്ടോ. പക്ഷെ അതുകൊണ്ട് എനിക്ക് സൺറൈസ് ശരിക്കും കാണാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു വ്യൂ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. വാ. മോർണിംഗ്. ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം നമ്മൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം നമ്മുടെ ഡോറൊക്കെ തുറന്ന് നേരെ കാണുന്നത് ഇതുപോലുള്ള നല്ല അടിപൊളി കാഴ്ചകളാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലൊരു തോട്ട്സും അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു തുടക്കമായിരിക്കും അന്നത്തെ ദിവസം നമുക്ക് കിട്ടുന്നത്. അത് ഭയങ്കര ഒരു മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു അവിടെ. പിന്നെ ഇങ്ങനെ കണ്ടു നിന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നേരത്തെ എണീറ്റിരുന്നെങ്കിൽ നല്ലപോലെ സൺറൈസ് ഒന്ന് കാണാൻ പറ്റിയേനെ എന്നൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ. അതിന് മാത്രം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ നമുക്ക് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് വന്നപ്പോഴാണ് അവിടെ കുറേ ആൾക്കാർ സുന്ദരിമണികളാകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അടുത്ത ദിവസത്തെ കലാപരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര മേക്കപ്പും പരിപാടികളൊക്കെയാണേ. വാ നമുക്കൊന്ന് നോക്കാം എന്താണ് മേക്കപ്പ്. അത് കാരണം കുപ്പി പിടിക്കണ്ടടി. മേക്കപ്പ് ടൈമാണ്. രാവിലെ എണീറ്റ് ഇതാണ് പരിപാടി ഇവിടെ. വിത്ത് കട്ടൻ ചായ. നിന്നെ കുറച്ച് കഴിയുമ്പോ നോക്കിക്കോ. എന്നെ മുകളിലൊരു മണ്ണാങ്കട്ട ഇടണ്ട. എന്നെ കണ്ടിട്ടില്ലേ നല്ല സുന്ദരിയാണ് ഞാൻ. എടി നീ വെയിറ്റ് ചെയ്യ്. നിന്റെ മുഖത്തെ ആ വെള്ളമില്ലായ്മയൊക്കെ കുറച്ച് നേരത്തേക്ക് ഇത്തിരി വെള്ളം ഇങ്ങനെ 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 നിൽക്കുന്നു. പക്ഷെ അത് കഴിയുമ്പോൾ ഒരു തിളക്കം വരും. തിളക്കൊന്ന് കാണിച്ചേ ഫേസിൽ. ഈ തിളക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ വരും കേട്ടാ. ഇപ്പൊ ഇല്ല, കുറച്ച് കഴിയും. ഇവളുടെ മേത്ത് ചിലപ്പോ വരാൻ കുറച്ച് യൂസ് ചെയ്യണല്ലേ. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുമല്ലേ. അടുത്ത ആള് വന്നേ. അതിനി വലിഞ്ഞോളൂ. ഒന്നും ചെയ്യണ്ട. ഇത് കൊളോജനാടി. അപ്പൊ നീ വേറെ ഇത് കഴിഞ്ഞ് വേറെ ഒന്ന് ഫൗണ്ടേഷന് നീ ഇപ്പൊ എന്തെങ്കിലും ഞാൻ ഇടുന്നുണ്ടോ? ഈ സാധനം വെച്ച് തേച്ചു എന്റെ മുഖത്തെ ലിപ്സ്റ്റിക് വിട്ടു എന്റെ ഇത് എഴുതി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ ഇന്നിപ്പോ ഫോട്ടോ എടുക്കേണ്ട കാരണം ഞാൻ ഫൗണ്ടേഷൻ കൊണ്ട് വന്നിട്ടുണ്ട് മാക്കിന്റെ. അങ്ങനെയല്ല, വെച്ച് തേക്കുമ്പോ നന്നായിട്ട് തേക്കി. നിന്റെ ഈ പോവും. അങ്ങനെ കുറച്ച് നന്നായിട്ട് എടുത്തിട്ട് ലൈൻ ഡോട്ടായിട്ട് തേക്കേ. അങ്ങനെ മതിയേ. സോഫ്റ്റ് സ്ട്രോബെറി ജെല്ലി പോലെ ഉണ്ടല്ലോ. ഇതാണ് നിമ്മിക്ക് ഓർഡർ ചെയ്യാൻ കൊടുത്തത്. നിമ്മി ഏത് പരുവത്തിൽ ഓർഡർ ചെയ്തിട്ടൊക്കെ ഫേസ് നന്നായ പിന്നെ നമ്മൾ ഇടിഞ്ഞു നിൽക്കുള്ളൂ ചേച്ചി. നമുക്ക് ഓർഡർ ചെയ്യാം.
അല്ല അവളാ കയ്യിൽ മുഴുവൻ ഐഡിയ കഴുത്തിലെങ്കിലും തേക്കണി. എന്നെ ദൈവമേ, എന്റെ എത്ര രൂപയുടെ സാധനം. ഇനി എന്റെ ഐലൈനർ ലാക്മേയുടെ. എന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. നിന്റെ മേക്കപ്പ് ഒന്നും എന്റെ പിരിയൊക്കെ വെച്ചതാണ്. പിരിയാൻ വേണമെങ്കിൽ മേടിച്ചു തരാം. അല്ലോ നാസിന്റെ സ്ഥിരം മേക്കപ്പ് ആർട്ടിസ്റ്റ്. പിന്നെ ഞാൻ എവിടെയെങ്കിലും പരിപാടിക്കൊക്കെ പോകാൻ നേരത്തെ കൂടി ചെല്ലും മേക്കപ്പ് ഇടാൻ. അന്നേരമൊക്കെ സുന്ദരിയാക്കി വിടുമായിരുന്നു. ഇതൊക്കെ യൂട്യൂബിൽ വരുന്നു. ഒന്നും വരയ്ക്കുന്നില്ല. എന്റെ സാധനം വേണ്ടായിരുന്നോ? മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കാൻ പാടില്ല, ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. എല്ലാം എനിക്ക് വേണ്ടായിരുന്നു. ഇപ്പൊ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ കുടിക്കാം. പതഞ്ഞിരിക്കുവാണ്, പ്രോത്തിയായിട്ടിരിക്കണ കണ്ടിട്ട്. അപ്പൊ ഇതല്ലടി നിന്നോട് ഞാൻ മലയാളം ചോദിച്ചേ. അല്ല ചേച്ചി, ട്യൂബ് ഇട്ടിട്ടല്ലേ ചോദിച്ചത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതേ നോക്ക്, ഇത് കണ്ടോ, ഇത് ഫ്രോത്തി ലുക്കില് വന്നു. ഇത് മോക്ക അവിടെ പ്രോപ്പർട്ട സാധനം. അതാ, അതുകൊണ്ട് ഞാൻ കട്ടൻ കാപ്പി എനിക്ക് വേണ്ടായിരുന്നു. പഞ്ചസാര വേണ്ട, അതിനകത്ത് ഓൾറെഡി പഞ്ചസാര ഉള്ളതാ. വേണ്ട, എനിക്ക് ഇത് മതി. പാല് ഒഴിച്ചിട്ടില്ലേ? പാലൊന്നും വേണ്ടടി അതിനകത്ത്. അതെ, കറണ്ട് അടിച്ചു പോയി. അല്ലെങ്കിൽ സമയമാകുമ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നലെ രാത്രി എപ്പോഴാണോ കിടന്നത്? ബ്രെഡും ജാമും കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ അതാ ബ്രെഡും ബിസ്കോഫും ക്രീമും. പൊക്കി വെക്കണ്ട, എനിക്ക് വലിയ പൊക്കൊന്നുമില്ല. എന്തോ ഗുഡ് മോർണിംഗ്. എന്തോ ഫുള്ള് നോക്കട്ടെ. സിമ്പിൾ അതിന്റെ ഗ്ലോ മേക്കപ്പ് കഴിഞ്ഞ രണ്ടുപേര് വന്നേക്കുവാണ് കേട്ടാ. സ്കിന് നോക്കട്ടെ ചേച്ചി. അത് ഇവര് പറയട്ടെ, കണ്ടോണ്ടിരിക്കുന്നവര് അല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് പോവാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും വലിയ സംഭവമൊന്നുമില്ല. കോഫി ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഫിനിഷ്. എന്നാ ആലോചിക്കുന്നത്? കിട്ടി. ഇത് കഴിക്കാതെ എന്നിട്ട് ഇത് കഴിക്കും. It's
ചെമ്പകം. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പൂളിലൊക്കെ ഇറങ്ങി കളിച്ച് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പയ്യെ നമ്മൾ വേറൊരു സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് പോവുക കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് നല്ലൊരു ഡെസ്റ്റിനേഷൻ ഫൈൻഡ് ചെയ്യുക എന്നതായിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഡെസ്റ്റിനേഷൻ അത് വലിയൊരു ലോങ് ഡിസ്റ്റൻസിലാണെങ്കിലും ഷോർട്ട് ഡിസ്റ്റൻസിലാണെങ്കിലും നമുക്ക് കൂടെ ആരാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരുടെ കൂടെയാണ് ആ യാത്ര ചെയ്യാൻ പോകുന്നത് എന്നതിലാണ് മെയിനായിട്ട് നമ്മുടെ ഒരു ഹാപ്പിനെസ് ഇരിക്കുന്നതെന്നുള്ളത്. നമ്മൾ ഡാർവിനിൽ ചെല്ലുമ്പോൾ ഷാജാൻ ചേട്ടനെയും സി ചേച്ചീനെയും അവരുടെ ഫാമിലിനെയൊക്കെ വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക എന്നതായിരുന്നു പ്ലാൻ. പക്ഷേ അവരുടെ ചുറ്റുമുള്ള കുറേ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റപ്പ് ചെയ്തപ്പോഴും ഇപ്പോൾ ഈ ട്രിപ്പ് പോയപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ നമ്മളുമായിട്ട് പെട്ടെന്നൊരു വൈബ് ആവുകയും നമ്മൾ അവരുടെ കൂടെ ഒരു ട്രാവൽ ചെയ്തപ്പോൾ കിട്ടിയൊരു മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സൊക്കെ അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ യാത്ര പറയുകയാണ് ക്രാബ് ക്ലോയിൽ നിന്ന്. ഗിനിക്കോഴീസ് ആണോ ഇത്? ഗിനിക്കോഴീസ്. മയിലിന്റെ അടുത്ത് നമ്മൾ പോയ അവിടെ അത് പോകുമായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എവിടെ നമ്മൾ ട്രാവൽ ചെയ്താലും ആ ഒരു സ്ഥലം നമ്മുടെ മെമ്മറിയിൽ എന്നും നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തിങ്സോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ എന്തെങ്കിലും അവിടെ നിന്നൊരു സാധനം മെമ്മറബിൾ ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ആണ് തിരിച്ചു പോകുന്നത്. നേരെ പോസ്റ്റിലേക്ക് നിക്ക്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. നമ്മളിനി നെക്സ്റ്റ് ടൈം ഇവിടെ വരുന്നതായിരിക്കും. അപ്പൊ ബൈ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഞണ്ടുകളെയും മയിലുകളെയും അതുപോലെ തന്നെ കാങ്കറൂസിനെയും കുഞ്ഞു കിളികളെയൊക്കെയും നല്ല ബീച്ചിനെയും ഒരുപാട് നല്ല വിഷ്വൽ ട്രീറ്റ് തന്ന കുറേ കാര്യങ്ങളെയൊക്കെ മിസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുക കേട്ടോ. പക്ഷേ യാത്ര അവസാനിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ പോകുന്നത് മറ്റൊരു ഡെസ്റ്റിനേഷനിലാണ്. ആ വീഡിയോസും അവിടുത്തെ ഹാപ്പി മൊമെൻറ്റ്സുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പാർട്ട് 3 നമുക്ക് കാണാം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൊടുക്കുക കേട്ടോ. ഞാനും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെയും കൂടെ. നമ്മളിവിടെ വെള്ളച്ചാട്ടം കാണാനാണോ? ഇത് നമ്മുടെ ലിച്ച്ഫീൽഡ് നാഷണൽ പാർക്കാണ്. ഇതിങ്ങനെ കിലോമീറ്റേഴ്സ് ഏക്കേഴ്സ് ഇതിന് കിടക്കുകയാണ്. ഇതിനകത്ത് 5 വെള്ളച്ചാട്ടങ്ങളുണ്ട്. നമുക്കതിൽ ഒരു ബ്ലൂ ഹോൾ എന്ന് പറഞ്ഞൊരു ഷാലോ വാട്ടർ നമുക്ക് അവിടെ ജസ്റ്റ് പോയിട്ട് പോരാം. അതിനകത്ത് വെള്ളത്തിൽ കാലൊക്കെ ഒന്ന് വെച്ച് ഒത്തിരി ഇറങ്ങാൻ സമയമില്ല. അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു സമയം